ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം, അതുപോലെ ടിഫിനിലും ഒക്കെ കൊടുത്തു വിടാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും, അതുപോലെ മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന അതേ കപ്പിൽ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അളവിൽ തന്നെ ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ അതൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും. ഒരുപാട് സമയമൊന്നും ഇങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അതായി കിട്ടും. അപ്പോൾ ഞാനിവിടെ അത് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാ വശവും നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി അല്പനേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അത് നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വെളിച്ചെണ്ണയും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് സാധാരണ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. അത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഒരല്പം ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ച്. എല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും മതി, അതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ചെറിയൊരു പുളിപ്പ് രസത്തിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുക ചെറുതായിട്ട്. ഇത് അല്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുത്താലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയില ചേർത്ത് കൊടുത്താലും. അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഈ കറിവേപ്പില ചേർത്ത് കൊടുത്തത്. എല്ലാ മസാല നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുക്കുക. കാരണം മുട്ട ചേർത്തതിന് ശേഷം അധികമായിട്ട് അങ്ങ് യോജിപ്പിക്കാൻ പറ്റത്തില്ല, അത് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മസാല നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി മാവിൽ നിന്ന് ഒരു ബോൾ ഷേപ്പിലെടുക്കുക. ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി അല്പം കൂടി വലിയൊരു ബോൾ എടുത്താൽ മതി. ഇനി പൊടി ഒന്ന് തൂകി ഇങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, അതല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് പാത്രത്തിൻ്റെ മുകളിൽ വെച്ചതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഈ ചോറ് വയ്ക്കുമ്പോൾ അത് വാർക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി ഓവൽ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഫില്ലിങ് വയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് ഈ പാത്രം ഒന്ന് നീങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വിരലൊന്നും കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി. എളുപ്പമായിരിക്കും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു ഓവൽ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അതിനുവേണ്ടി മാത്രമാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതൊരു വെറൈറ്റി ആയിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിങ് ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് വെക്കരുത്, എങ്കിൽ നമുക്ക് സൈഡ് പിടിച്ച് അത് പ്രസ് ചെയ്ത് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ എണ്ണയൊക്കെ ചേർന്നിട്ട് അത് നന്നായിട്ട് ഒട്ടി വരത്തില്ല. അതുകൊണ്ട് ഒട്ടും തന്നെ ആ എൻഡിലേക്ക് മസാല പറ്റാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം എണ്ണ പറ്റിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിച്ച് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനുള്ളിലേക്ക് എണ്ണ കയറാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടി തന്നെ വേണം കേട്ടോ. ഇത്രയും കട്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ സ്നാക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അധികം എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്സേ അല്ല, നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റും പുറമേക്ക് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൽ മുട്ടയ്ക്ക് പകരം പനീറൊക്കെ വെച്ച് കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് വശവും തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, എങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ രണ്ട് വശവും തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്ന ഒരു പലഹാരമേ അല്ല, കണ്ടില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ കുട്ടികൾക്ക് വയറ് ഫില്ലാകും. അപ്പോൾ ടിഫിനിലും ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്സായിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു പലഹാരം തന്നെയാണ്. ഉറപ്പായിട്ട് എല്ലാ പേരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് മുറിച്ചുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.